നമസ്കാരം. ആശങ്ക ഒഴിയാതെ അമേരിക്ക. ഡൊണാൾഡ് ട്രംപ് ലോകത്തെ തകർക്കുമോ? ആശങ്ക ഒഴിയാതെ അമേരിക്കയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല എന്നായിരിക്കും ഉത്തരം. എന്നാൽ ഇനി ചിന്തിക്കണം. ഡൊണാൾഡ് ട്രംപ് ഭരിക്കുന്ന അമേരിക്കയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. തകർത്ത് തരിപ്പണമാക്കുകയാണോ ട്രംപ് ലോകത്തെ മുഴുവൻ? അത്തരത്തിൽ ആശങ്ക ഒഴിയുന്നില്ല. സത്യമാണ്, രണ്ടാമതും ഭരിക്കാൻ അവസരം ലഭിച്ച ട്രംപ് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് എന്ന് ലോകം ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ തന്നെ US ഓഹരി വിപണി, മറ്റു രാജ്യങ്ങൾക്ക് മേൽ ചുമത്തിയിരുന്ന ഇറക്കുമതി ചുങ്കം അത് മരവിപ്പിച്ച പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നടപടിക്ക് പിന്നാലെ ഓഹരി വിപണിയിൽ വലിയ കുതിപ്പുണ്ടായി എങ്കിലും പക്ഷേ ആശങ്കകൾ ഒഴിയുന്നില്ല. പ്രധാന സൂചികകൾ വീണ്ടും മലക്കം മറിയുന്ന കാഴ്ച. അതേസമയം തന്നെ ചൈനയ്ക്കെതിരെ അമേരിക്കൻ തീരുവ എന്ന് പറയപ്പെടുന്ന 145% എന്ന് വൈറ്റ് ഹൗസ് വ്യക്തമാക്കുന്ന പുതിയ വെളിപ്പെടുത്തൽ. ചൈനയുമായി അമേരിക്ക ചർച്ചകൾക്ക് തയ്യാറാണ്, എന്നാൽ ചൈന ആദ്യം മുന്നോട്ട് വരണമെന്നുള്ള പ്രസിഡന്റിൻ്റെ ധാർഷ്ട്യം. ഇതൊക്കെ ആണ് ട്രംപ് കാട്ടിക്കൂട്ടുന്നത്. അതേസമയം US സിനിമകളുടെ ഇറക്കുമതി അടക്കം പരിമിതപ്പെടുത്തുമെന്ന് ചൈന വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനോടൊപ്പം ട്രംപിൻ്റെ പ്രതികാര ചുങ്കത്തിനെതിരെ ഏതറ്റം വരെയും പോകുമെന്ന് തന്നെയാണ് ചൈനയുടെ നിലപാട് പോലും. ഇതോടെയാണ് US ഓഹരി വിപണികൾ കീഴ്മേൽ മറിഞ്ഞത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ചൈന ഒഴികെയുള്ള രാജ്യങ്ങൾക്ക് മേൽ ചുമത്തിയ അധിക തീരുവ പ്രഖ്യാപനം അത് ട്രംപ് മരവിപ്പിച്ചതോടെ കഴിഞ്ഞ ദിവസമൊക്കെ അമേരിക്കൻ ഓഹരി വിപണി എന്ന് പറയപ്പെടുന്നത് കുതിച്ചുയർന്നു. ട്രംപിൻ്റെ പുതിയ തീരുമാനത്തിൻ്റെ പ്രതിഫലനം അത് ഇന്ത്യയിലടക്കമുള്ള ഓഹരി സൂചികകളിലുമൊക്കെ പ്രതിഫലിച്ചു കണ്ടു. ചൈന ഒഴികെയുള്ള 60ഓളം രാജ്യങ്ങൾക്കായിരുന്നു ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ ഇളവ് ലഭിച്ചത് എന്നുള്ളതാണ്. അതേസമയം US പ്രസിഡന്റിൻ്റെ നടപടിക്ക് അതേ ഭാഷയിൽ തിരിച്ചടിച്ച ചൈനയ്ക്കുള്ള തീരുവ എന്ന് പറയപ്പെടുന്ന 145% എന്ന് ഇപ്പോൾ വീണ്ടും ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നു. ചൈന ഏകദേശം 84% തീരുവ ഏർപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഈ നടപടി. US ഉൽപ്പന്നങ്ങളുടെ തീരുവ 34% നിന്ന് 84% ചൈന ഉയർത്തിയിരുന്നു. ഇതോടുകൂടിയാണ് ട്രംപ് ചൈനയ്ക്ക് മേൽ അധിക തീരുവ ഏർപ്പെടുത്തുവാനുള്ള സംവിധാനത്തിലേക്ക് എത്തിയത്. അത് 145 പ്രതികാര ചുങ്കം ചുമത്തിയ രാജ്യങ്ങളെ പരിഹസിച്ചുകൊണ്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പലവട്ടം നേരത്തെയും രംഗത്ത് വന്നിരുന്നു. അതായത് തന്നോട് ചർച്ച നടത്താൻ ശ്രമിക്കുന്ന രാജ്യങ്ങൾ എന്തിനും തയ്യാറാണ് എന്നും ഒരു ഒത്തുതീർപ്പിലെത്തുവാൻ ആ രാജ്യങ്ങൾ വിളിച്ചു കെഞ്ചുകയാണ് എന്നുമൊക്കെ ട്രംപ് ആക്ഷേപിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഇന്ത്യയിലെ സ്ഥിതി മറിച്ചായിരുന്നു. ഡൊണാൾഡ് ട്രംപിൻ്റെ പുതിയ താരിഫ് പ്രഖ്യാപനം, ആ താരിഫ് പ്രഖ്യാപനം വന്നതിന് തൊട്ട് മുൻപായിട്ട് തന്നെ പ്രമുഖ മൊബൈൽ നിർമ്മാതാക്കൾ അടക്കമുള്ളവർ, അതായത് ആപ്പിൾ പോലുള്ളവർ, അവരുടെ ചെന്നൈ യൂണിറ്റിൽ നിന്നും അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്തത് എത്ര ടണ്ണാണെന്നറിയാമോ? 60 ടണ്ണോളം ഭാരം വരുന്ന 15 ലക്ഷം മൊബൈൽ ഫോണുകൾ. ചാർട്ടർ ചെയ്ത 6 ചരക്ക് വിമാനങ്ങളിലായിട്ടാണ് ഈ ഫോണുകൾ അമേരിക്കയിൽ എത്തിച്ചു നൽകിയത്. തങ്ങളുടെ ഏറ്റവും വലിയ വിപണികളിൽ ഒന്നായിട്ടുള്ള അമേരിക്കയിൽ ഈ പുതിയ താരിഫ് നിലവിൽ വരുന്നതിന് തൊട്ട് മുൻപ് പരമാവധി സ്റ്റോക്കുകൾ എത്തിച്ച് ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കാതിരിക്കാനാണ് കമ്പനിയുടെ ഇത്തരമൊരു നടപടി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. ആപ്പിൾ അവരുടെ ഫോൺ നിർമ്മാണത്തിനായിട്ട് ചൈനയെ വലിയൊരു പരിധിവരെയൊക്കെ ആശ്രയിക്കുന്നതിനാൽ തന്നെ ഐഫോണുകളുടെ വില കുതിച്ചുയർന്നേക്കുമെന്ന് തന്നെയാണ് വിപണിയെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നവർ മുന്നറിയിപ്പ് നൽകിയിരുന്നത്. ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് മേൽ 125% തീരുവ ചുമത്തിയതോടുകൂടി വീണ്ടും അതേസമയം ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ഏകദേശം 26% മാത്രമാണ് തീരുവ അമേരിക്ക ചുമത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ 90 ദിവസത്തേക്ക് ട്രംപ് ഈ ഒരു മരവിപ്പ് നടത്തിയിട്ടുണ്ട്. ചൈന ഒഴികെയുള്ള രാജ്യങ്ങൾക്ക് മേലുള്ള തീരുവയിൽ ഒരു മരവിപ്പ്. അങ്ങനെ ആ മരവിപ്പ് വന്നപ്പോൾ വീണ്ടും കുതിച്ചുയരാൻ തുടങ്ങി. 100 ടണ്ണോളം കപ്പാസിറ്റിയുള്ള 6 കാർഗോ ജെറ്റുകളാണ് മാർച്ച് മുതൽ അമേരിക്കയിലേക്ക് ഇവിടെ നിന്ന് പറന്നുപോയത്. അതിലേറ്റവും അവസാനത്തെ വിമാനം എത്തിയത് പോലും ഈ ആഴ്ച, അതായത് ഈ താരിഫ് നിലവിൽ വരാൻ ഇരുന്നതിന് തൊട്ട് മുൻപ് ആയിട്ടാണ് ഇവ എത്തിച്ചേർന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇവയൊക്കെ പുതുതായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളല്ല. ആപ്പിൾ പോലുള്ള കമ്പനികൾ അത് അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഒരു വർഷം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഏകദേശം 220 മില്യൺ ഐഫോണുകളാണ് ആപ്പിൾ വിൽക്കുന്നത് എന്നുള്ളതാണ്. അമേരിക്കയിലേക്ക് വരുന്ന മൊത്തം ഐഫോണുകളുടെ 1/5, ആ 1/5 ഇപ്പോൾ ഇന്ത്യയിൽ നിന്നാണ് എന്ന് കൗണ്ടർ പോയിന്റ് റിസർച്ചിൻ്റെ റിപ്പോർട്ടിൽ അടക്കം ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ചൈനയിൽ നിന്നും. ഈ പശ്ചാത്തലത്തിൽ വേണം ചൈനയിൽ നിന്നുള്ള ഐഫോണുകൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന 54% തീരുവ 145% വർദ്ധിപ്പിച്ച ട്രംപിൻ്റെ നടപടിയെ വിലയിരുത്തേണ്ടത് എന്നുള്ളതാണ്. അതായത് $1599 വില ഉണ്ടായിരുന്ന ഐഫോൺ
16 പ്രോ മാക്സിൻ്റെ വില 2300 പൗണ്ടായി വർദ്ധിക്കും എന്നർത്ഥം. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് ആപ്പിൾ എന്ന് പറയപ്പെടുന്ന കമ്പനി അവരുടെ ഇന്ത്യയിലെ ഉൽപ്പാദനം എന്ന് പറയപ്പെടുന്ന 20% വർദ്ധിപ്പിക്കുവാൻ തീരുമാനിച്ചത്. ഇവിടെ ചൈന ഒഴികെയുള്ള രാജ്യങ്ങൾക്ക് ഏർപ്പെടുത്തിയ പകരച്ചുങ്കം, ആ പകരച്ചുങ്കം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 90 ദിവസത്തേക്ക് മരവിപ്പിച്ചതോടുകൂടിയാണ് ഓഹരി വിപണി കുതിച്ചുയരാൻ തുടങ്ങിയത്. ഇന്ത്യ US വ്യാപാര കരാറിനെ കുറിച്ചുള്ള ശുഭാപ്തി വിശ്വാസവും സൂചികകൾ ഇപ്പോൾ ഉയരുന്നതിലൂടെ കാരണമാകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. നിഫ്റ്റിയിൽ ഇന്ന് തന്നെ കഴിഞ്ഞ ദിവസം തന്നെ 5% വരെ നേട്ടമുണ്ടാക്കിയ മികച്ച 5 ഓഹരികളിൽ അദാനി എൻ്റർപ്രൈസസ്, ടാറ്റ സ്റ്റീൽ, സിപ്ല, JSW സ്റ്റീൽ, ടാറ്റ മോട്ടോഴ്സ് എന്നിവ ഉൾപ്പെടുന്നു എന്നുള്ളത് ഏറ്റവും വലിയ പ്രത്യേകതകളാണ്. കഴിഞ്ഞ സെഷനിൽ ഏഷ്യൻ ഓഹരി വിപണികൾ അവർ ഇതിനകം തന്നെ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തിരുന്നു. മറ്റുള്ള ഓഹരി വിപണികളും ഇതിനോടൊപ്പം കുതിച്ചു വരികയാണ്. ഇപ്പോൾ ജപ്പാനിലെ നിക്കി സൂചിക 9.1%, തായ്വാൻ്റെ ബെഞ്ച് മാർക്ക് 9.3%, ഇങ്ങനെ ഉയരുന്നുണ്ട്. ഇവരുടെയൊക്കെ രൂപയുടെ മൂല്യവും ഇവിടെ ഉയരുകയാണ്. അപ്പോൾ ഇവിടെ ചോദ്യം എത്രയേ ഉള്ളൂ, എന്തിനാണ് ട്രംപ് മറ്റു രാജ്യങ്ങൾക്ക് മേൽ ചുമത്തിയിരിക്കുന്ന ഇറക്കുമതി ചുങ്കം അത് വർദ്ധിപ്പിച്ചത്? അല്ലെങ്കിൽ എന്തിനാണ് തിരിച്ചടി കിട്ടിയപ്പോൾ പ്രസിഡന്റ് ട്രംപ് ചുങ്കം വർധന മരവിപ്പിച്ചത്? ഇങ്ങനെ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് യാതൊരു ധാരണയും ഇല്ലാത്തതാണോ, അതോ എല്ലാം തകർത്ത് തരിപ്പണമാക്കാമെന്ന മനോഭാവമാണോ ഈ ഡൊണാൾഡ് ട്രംപിനുള്ളത് എന്ന് ആർക്കും അറിയില്ല. പക്ഷേ ലോകം ഉറ്റുനോക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരാൾ അമേരിക്ക പോലൊരു വലിയ രാജ്യം ഭരിക്കുമ്പോൾ എങ്ങനെയാണ് ലോകം നോക്കിക്കാണാതിരിക്കുക? ഡൊണാൾഡ് ട്രംപിനെ പോലുള്ള ഒരാൾ അമേരിക്ക ഭരിക്കുമ്പോൾ ലോകത്തെ തൻ്റെ കാൽക്കീഴിലേക്ക് എത്തിക്കാം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ശ്രമമുണ്ടല്ലോ, അത് ആദ്യത്തെ ചുവടുവയ്പ്പിൽ തന്നെ പരാജയപ്പെട്ടു പോയി എന്ന് വേണം കരുതാൻ. അല്ലെങ്കിൽ ചുങ്കം ഇത്തരത്തിൽ കൂട്ടിയപ്പോൾ, പിന്നെ അത് വർദ്ധിപ്പിച്ച ചുങ്കത്തിനെ മരവിപ്പിച്ചപ്പോൾ അതിൽ നിന്ന് ലോകത്തിന് മനസ്സിലാക്കാൻ കഴിയുന്നത് ട്രംപിൻ്റെ വിദ്യകളൊന്നും ഇനി ഇവിടെ ചിലവാകില്ല എന്നുള്ളത് തന്നെയാണ്. ട്രംപിൻ്റെ കളികളൊക്കെ കോർപ്പറേറ്റ് കമ്പനികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് എന്ന് മനസ്സിലാക്കുവാൻ എല്ലാ രാജ്യങ്ങൾക്കും മനസ്സിലാകുന്നുണ്ട്. അവർ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ള കാര്യത്തിലും സംശയമില്ല. ഒറ്റപ്പെടാതിരിക്കുവാൻ ട്രംപ് പരിശ്രമിക്കുക. ഇല്ലെങ്കിൽ ലോകത്തെ കീഴ്മേൽ മറിക്കാമെന്നുള്ള തങ്ങളുടെ മോഹമുണ്ടല്ലോ, അത് വെറും വ്യാമോഹമായി മാറും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.